നടക്കുന്ന ആദിവാസി അഖില ലോക ആദിവാസി ദിനം. ഈ ആദിവാസി ദിനം ആഗസ്റ്റ് 9 എന്ന് പറയുന്നത് ആദിവാസി മഹാസഭയുടെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ആഗസ്റ്റ് 9 അഖില ലോക ആദിവാസി ദിനം. ഏറ്റവും കൂടുതൽ പഴക്കമുള്ള പാരമ്പര്യമുള്ളതുമായ ഗോത്ര സമൂഹം ആദിവാസികൾ അഥവാ ആദിമവാസികളാണെന്ന് കണ്ടെത്തുകയും ലോകത്ത് എമ്പാടും വ്യാപിച്ചു കിടക്കുന്ന വിവിധ ആദിമ ഗോത്ര സമൂഹങ്ങൾ മാനവരാശിക്ക് നൽകിയ അവരുടെ കണ്ടെത്തലുകൾ, അതായത് കുടുംബം, ഗോത്രം, ഗോത്ര സമൂഹങ്ങളുടെ കെട്ടുറപ്പ്, പ്രകൃതി സ്നേഹം, പ്രകൃതിക്ക് നാശം വരാതെ പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതം, രോഗനിവാരണത്തിന് പ്രകൃതിയിൽ നിന്നു തന്നെ മരുന്നുകൾ കണ്ടെത്തൽ, കൂട്ടം കൂട്ടമായി കാടുകളിൽ നിന്ന് മറ്റു കാടുകളിലേക്ക് സഞ്ചരിച്ച് കിട്ടിയ അറിവുകൾ തലമുറകൾ കൈമാറി വന്ന പരമ്പരാഗത സമൂഹം ഈ ലോകത്തിന് നൽകിയ സംഭാവനകളെ മാനിച്ച് ലോകത്ത് എല്ലാ ഭൂഖണ്ഡങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ആദിമവാസി സമൂഹങ്ങൾക്കായി 1997 ഐക്യരാഷ്ട്രസഭയുടെ പൈതൃക പട്ടികയിൽ ആഗസ്റ്റ് 9 അഖില ലോക ആദിവാസി ദിനമായി പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാ വർഷവും ആഗസ്റ്റ് 9 അഖില ലോക ആദിവാസി ദിനമായി ആചരിച്ചു പോരുന്നു. നടക്കുന്ന ആദിവാസി അഖില ലോക ആദിവാസി ദിന ആഘോഷ പരിപാടികളുടെ പൂജാകർമ്മമാണ് നമ്മൾ നടക്കുന്നത്. ഈ വേദിയിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പേരെടുത്ത് പറയുന്നില്ല, ഇവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ ആൾക്കാരെയും ഞാൻ ഒറ്റവാക്കിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 1997 ഐക്യരാഷ്ട്രസഭ അഖില ലോക ആദിവാസി ദിനമായി ഈ പൈതൃക ജനതയുടെ ഒരു ദിവസമായി പ്രഖ്യാപിക്കുകയും അത് എല്ലാ രാജ്യങ്ങളിലും അതിന്റെ ആഘോഷ പരിപാടികൾ നടക്കുകയും ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായാണ് നമ്മുടെ ആദിവാസി മഹാസഭ ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രസ്തുത ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു.
കണ്ടില്ല കണ്ടില്ല വരം കൊടുക്കുകയും പാടാത്തരല്ല ഭക്തരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ഈ ആദിവാസി ദിനം ആഗസ്റ്റ് 9 എന്ന് പറയുന്നത് ലോകമെമ്പാടും ആചരിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. എന്തിനാണ് ആചരിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ലോകത്ത് ഗോത്ര സമൂഹങ്ങൾ ലോകത്തിന് നൽകിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സംഭാവനകള് ഒരു ദിനമാണ്. ആ ജനത ആചരിച്ചു പോരുന്ന നിലനിർത്തി പോരുന്ന സംസ്കാരം, അവരുടെ ജീവിത രീതിയും കാർഷിക മേഖലയിലും എല്ലാം തന്നെ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദിനം ലോകമെമ്പാടും ആദിവാസി ദിനമായി ആചരിക്കപ്പെടുന്നത്. നമ്മുടെ കേരളം ഒരു കാലത്ത് ഇരുണ്ട ഭൂഖണ്ഡമായിരുന്ന കേരളത്തില് ഇന്ന് കാണുന്ന പ്രകാശത്തിന് പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ ഇടുക്കിയിലെ ആർട്ട് ഡാം നിർമ്മിക്കുന്ന കാര്യത്തിൽ ആ സ്ഥലം നിർണയിച്ച് കാണിച്ചു കൊടുത്തത് ഒരു ആദിവാസിയാണ്. ഇന്ന് കേരളത്തിലെ വ്യവസായപരമായിട്ടും എല്ലാ തരത്തിലും കേരളം വളരുമ്പോൾ അതിന്റെ മുഖ്യ പങ്ക് വൈദ്യുതി രംഗത്ത് ഊർജ്ജ രംഗത്ത് ഇടുക്കി ഡാം നിർവഹിക്കുന്നു എന്ന് അത് ഒരു ഗോത്ര വിവാദക്കാരനായ ഒരാൾ കാണിച്ചു കൊടുത്ത ഒരു പ്രദേശത്താണ് ഈ ഡാം നിർമ്മിച്ചത്. അങ്ങനെ കേരളത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വലിയ സംഭാവനകൾ ഗോത്ര സമൂഹം നൽകിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ പല റോഡുകളും ദുർഘടമായ മേഖലകളും റോഡുകൾ എത്തിക്കുന്നതിന് വഴികാട്ടിയായിട്ട് നിന്നിട്ടുള്ളത് ഗോത്ര സമൂഹമാണ്. നമ്മുടെ പേപ്പാറ ഡാം നിൽക്കുന്ന പേപ്പാറ എന്ന് പറയുന്ന സ്ഥലം പേര് ഗോത്ര വിവാഹക്കാർ അവിടുത്തെ താമസം മാറിക്കൊണ്ട് ഈ ടൗണിലേക്ക് ജലമെത്തിക്കുന്നതിന് അവിടെ ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുത്ത പാരമ്പര്യത്തിന്റെ വിജ്ഞാപികളാണ് ഇന്ന് ആദിവാസി മതക്കായ ആദിവാസി ദിനത്തിൽ ഇവിടെ പ്രകാശപൂരിതമായിട്ടുള്ള ഈ സമയത്ത് ആദിവാസി നിരാകരണത്തിന്റെ ഉജ്ജ്വലമായ ഒരു കാര്യം നമ്മൾ പ്രഖ്യാപിക്കുന്നു. ആദിവാസി ദിനത്തിൽ അഭിമാനം കൊള്ളുകയാണ് നാടും നാട്ടാരും ജനങ്ങളും ഒക്കെ തന്നെ ഈ ദിനം വളരെ ആഘോഷമായി മാറ്റിയിരിക്കുന്നതിന്റെ സൂചന കൂടിയാണ് ഇന്ന് ഈ സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കുന്നത് നടത്തിയിരിക്കുന്നത്. ഇതേ സമയത്ത് ഈ സംസ്ഥാനത്ത് എല്ലാ ഗോത്ര വയലുകളിലും 6 നാട്ടത്തിയത്തിന് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഈ ജനത്തിന്റെ ഉജ്ജ്വലമായ ഈ ജനദിനം ആഘോഷിക്കപ്പെടുന്ന ഒരു അവസരമാണ് ഈ സമയം. എല്ലാ വയലുകളിലും ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഉള്ള ജനങ്ങൾ എല്ലാ ഭവനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും ആദിവാസി മഹോത്സവയുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയും വിവിധ ഗോത്ര കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഈ വർഷം നമ്മുടെ വയനാട്ടിലുണ്ടായ അതിഭീകരമായിട്ടുള്ള മരണം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടം, ദേവാലയിലുണ്ടായ നാശനഷ്ടത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും തന്നെ ഈ ദുഃഖത്തിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാ പരിപാടികളും മാറ്റിവെച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ മറ്റു പരിപാടികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു ദിനത്തിൽ പ്രകാശം മാത്രം വൈദിക വിളക്ക് തെളിയിച്ചുകൊണ്ട് ഈ കർമ്മം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വർഷത്തെ പരിപാടി ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ ഇവിടെ മറ്റൊരു കാര്യം ഇവിടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. മഹാ ദുരന്തത്തിൽ ഇരയായിട്ടുള്ള നിരവധി ആളുകളുടെ മരണത്തിൽ ചേർന്നുകൊണ്ട് ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഏതിനും രേഖപ്പെടുത്തുന്ന ചടങ്ങ് കൂടി ഇവിടെ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് അതും തന്നെ ആ അനുസ്മരണ സമ്മേളനവും ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഭംഗിയായി ഈ പരിപാടി നടത്തുവാൻ വേണ്ടി വിവിധ മലകളുടെ കോണുകളിൽ നിന്ന് കുറച്ച് പ്രവർത്തകർ മാത്രമേ എത്തിയിട്ടുണ്ട് അവർ ഭംഗിയായി നിർവഹിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ വന്നിട്ടുള്ള മീഡിയ, പത്രമാധ്യമങ്ങൾ, മറ്റ് സഹപ്രവർത്തകർ നിരവധിയായിട്ടുള്ള ഭക്തര്, അതുപോലെ വിവിധ ആളുകളുടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ആദിവാസി മഹാസഭയുടെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്
ഈ ആദിവാസി ദിന പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനെന്റെ വാക്ക് നിർത്തുന്നു. ജയ് ഹിന്ദ്. സംഭവത്തിൽ ആദിവാസി മഹാസഭയുടെ അകാലമായ ദുഃഖം രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ് എന്ന ഒരു സന്ദേശം. അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന നഷ്ടം എത്രത്തോളമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മനുഷ്യൻ എല്ലാവരും അഗാധ നിദ്രയിലായിരിക്കുന്ന ഒരു സമയം, ആർക്കും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ പ്രകൃതിയുടെ ഈ വിളയാട്ടം എല്ലാവരെയും തെറ്റിപ്പിക്കുന്നത് ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇതിന് ഒരു മറുവശം കൂടെ നമ്മൾ ചിന്തിക്കാനുണ്ട്. നമ്മൾ പ്രകൃതി എത്രത്തോളം ചൂഷണം ചെയ്യുന്നു, അത് പ്രകൃതി എത്രത്തോളം തിരിച്ച് നമുക്ക് പ്രകടനം വരും എന്നുള്ള ഒരു പാഠം കൂടെ നമ്മൾ ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിക്ക് വേണ്ടി ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നത്തെ അത്രത്തോളം ഈ നമുക്ക് എതിരായിട്ട് പ്രകൃതി തിരിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് 100% പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് മനുഷ്യന്റെ സുഖ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രകൃതി നമ്മളെയും ചില അടയാളങ്ങൾ കാണിച്ചു തരും എന്നുള്ള ഒരു സൂചന കൂടെയാണ് നമ്മളിവിടെ ഈ സംഭവിച്ചിരിക്കുന്നത്. വളരെ ഖേദകരവും ദുഃഖകരമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ആദിവാസി ജനതയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് പുത്തരിയൊന്നുമല്ല, കാരണം ഞങ്ങൾ അതിനോടനുബന്ധിച്ച് ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ്. പക്ഷേ ഇവിടെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് പല നിർമ്മാണ പ്രവർത്തനങ്ങളും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള നമ്മുടെ പല വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ളത് കൊണ്ട് അതിന് ന്യായീകരണം പറഞ്ഞുകൊണ്ടാണ് പ്രകൃതി അമിതമായി ചൂഷണം ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വന്ന് ബാധിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൂടുന്നത്. ഇവിടെയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സംശയമൊന്നും വേണ്ട. കാരണം പ്രകൃതി അത്രത്തോളം നമ്മുടെ തദ്ദേശീയമില്ലാത്ത രീതിയിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. വികസനം ആവശ്യമാണ്, പക്ഷേ മനുഷ്യന്റെ നിലനിൽപ്പിന് വികാസം സൃഷ്ടിക്കുന്ന വികസനങ്ങൾ നമുക്കെപ്പോഴും ആപത്ത് തന്നെ ഒരുക്കി തീർക്കും എന്നുള്ള ഒരു പാഠം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദിവാസി ജനസമൂഹം എപ്പോഴും പ്രകൃതിയോടും പ്രകൃതി ജീവനങ്ങളോടും ഒത്തുചേർന്ന് ജീവിക്കുന്ന ഒരു ആവാസ ജീവിത വ്യവസ്ഥയാണ് നമുക്ക് നിലവിലുള്ളത്. മുമ്പും അത് തന്നെയായിരുന്നു. പക്ഷേ പ്രകൃതിയുടെ മാറ്റം, അതായത് ആഗോളതലത്തിലുള്ള പ്രകൃതിയുടെ മാറ്റം നമ്മളിൽ പ്രതിഫലിക്കുന്നു. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ മാറിയില്ല എങ്കിൽ ഇനി വലിയ വലിയ ദുരന്തങ്ങൾ നമ്മളെ നേടിയെത്തും എന്നുള്ളത് സംശയമില്ല. ഈ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഒരു നിമിഷം മൗനം ആചരിക്കണമെന്ന് ഞാൻ നമ്മൾ ദീപം കൊടുത്ത് വെറുമൊരു ദീപം തെളിയിക്കുക അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. ഈ വയനാട് നമ്മുടെ ഇതുപോലെ പേരെ പറ്റിയിട്ടുണ്ട്. കാരണം വയനാടില്ലാതെ ആളാണ് ഇവിടെ ഒരു സമയമായിരിക്കും താമസിക്കുന്നത്. ആദിവാസിന് എന്ന് നമ്മൾ പ്രഖ്യാപിച്ചു അന്ന് ഈ ദിനം ഗംഭീരമായ രീതിയിൽ നടത്തിക്കൊണ്ടുവന്നതാണ്. എൻ്റെ നാട്ടിലെ ഒരു പശ്ചാത്തലത്തിൽ വളരെ ദുഃഖമാണ് ഞങ്ങൾ ഇന്ന് ആചരിക്കുന്നത്. ഈ ഒരു ദിനം നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കേണ്ടതാണ്. ഇവിടെ ഈ നടത്തിയ അഖില ലോക ആദിവാസി ദിനത്തിന്റെ ശുഭച്ഛത പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം.
രാമാല പോകുന്നത് രാമാല പോകുന്നത് രാമാല പോകുന്നത് അടിക്കുമാറുന്നത് നാലുപുറം തിരിഞ്ഞിരുന്നു പിന്നെ അറിയുന്നത് കണ്ണു കിട്ടുമ്പോ കിട്ടുമ്പോ